Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ചയാണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങൾക്കൊക്കെ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കേരളത്തിൽ ഇപ്പോ ഒരു പെണ്ണ് കേസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. പൊളിറ്റീഷ്യൻസ് എവിടെയൊക്കെയാണ് വാലാട്ടുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് നിങ്ങൾ പത്രക്കാർക്കല്ലേ? I appreciate you. The സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. Thank you, sir. I am impressed. പിന്നെ ആ ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങൾ പ്രസവിച്ചോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആയിരിക്കുമല്ലോ അല്ലേ? അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബ ചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത്? എനിക്കും തോന്നിയത്. ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഊരും പേരും ഒന്നുമില്ലേ? അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല കൊമ്പും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സ്ത്രീക്കുള്ള അതേ ആത്മാഭിമാനമല്ലേ ഒരു പുരുഷനും ഉള്ളത്? എന്റെ പൊന്ന സ്ത്രീ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അയ്യോ, വീണ്ടും ഒളിഞ്ഞു മറഞ്ഞു ഇരുന്ന് യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് പുച്ഛമാണ്. എല്ലാ സ്ത്രീകൾക്കും നീ ഒരു അപമാനമാണ്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. താങ്കൾക്ക് കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികാരദാഹിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരാതെ നേരിട്ട് ഇറങ്ങി വന്ന് കേസ് കൊടുക്കണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിനടുത്തൊക്കെ എന്തായാലും പോലീസ് സ്റ്റേഷൻ കാണുമല്ലോ. അതിനി മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ച് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. ഇപ്പൊ ആരെങ്കിലൊക്കെ വന്നിരുന്നിട്ട് നീ നിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞാല് ഉറപ്പായിട്ടും ഇപ്പൊ എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ പ്രേമിച്ച് നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കും. അല്ലാതെ ഞാൻ അവിടെയും എവിടെയും കയറി ഇറങ്ങി കൂടെ പോയി കിടന്ന് ഗർഭം ഉണ്ടാക്കലായിരിക്കില്ല ഞാൻ ചെയ്യുന്നത്. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്ത് തന്നെ ചെയ്താലും, എത്ര ഇനി ഗർഭം ഉണ്ടാക്കി മുങ്ങി എന്ന് പറഞ്ഞാലും ഇത്രയും ആൾക്കാരെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കയറാനോ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ മുമ്പിൽ നിന്ന് ചിരിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ കുറച്ച് സ്നേഹം ഇങ്ങനെ വിതറിയാലോ മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ ഈ ഗർഭമൊന്നും. എല്ലാം വിധിയുടെ വിളയാട്ടം.